അപ്പം ജീവിതം എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുഖദുഃഖങ്ങൾ ഇടകലർന്നതാണ് ജീവിതം. സുഖവും ദുഃഖവും കൂടി ഇടകലർന്നതാണ് ജീവിതം. അതുപോലെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാഴാക്കി കളയരുത്. സന്തോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷിക്കുക കേട്ടോ. സന്തോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി സന്തോഷിക്കുക കേട്ടോ. അതുപോലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? സന്തോഷിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര ദിവസം സന്തോഷിച്ചിട്ടുണ്ട്, എത്ര ദിവസം സന്തോഷിച്ചിട്ടുണ്ട്. ഒരു കണക്കെടുപ്പ് നടത്തിയാൽ നമ്മൾ എത്ര ദിവസം സന്തോഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകും. വളരെ തുച്ഛമായ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ പോലും ചിലപ്പോൾ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മളുടെ ജീവിതം സന്തോഷകരമാക്കേണ്ടതാണ് നമ്മളാണ്, മറ്റൊരാളല്ല. അപ്പം നമ്മളുടെ കഠിനാധ്വാനം കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ നന്മ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കുക? ആ സന്തോഷമുണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ ശ്രമിക്കുക. നമ്മൾ എബ്രഹാം ലിങ്കണിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, എബ്രഹാം ലിങ്കണിൻ്റെ ജീവിതത്തിൽ എന്താണ്? എബ്രഹാം ലിങ്കണിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു കൂടായിരുന്നു എബ്രഹാം ലിങ്കണിൻ്റെ ജീവിതത്തിൽ. പക്ഷേ അദ്ദേഹം ആ പരാജയങ്ങളെയൊക്കെ അതിവിദഗ്ധമായിട്ട് അതിജീവിച്ചു. ആധുനിക ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിട്ട് ആര് മാറുകയുണ്ടായി? എബ്രഹാം ലിങ്കൺ മാറുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ മനക്കരുത്ത് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ആണ് അദ്ദേഹം അത്രയും വലിയൊരു പദവിയിൽ എത്തിച്ചേർന്നത് കേട്ടോ. അദ്ദേഹം ഇതിന് മനക്കരുത്ത്, എന്തിനേയും നേരിടാനുള്ളൊരു മനക്കരുത്ത് ആർജിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറു പ്രായത്തിൽ അദ്ദേഹം അമേരിക്കയിലെ ഒരു അടിമച്ചന്ത കാണുവാനിടയായി. അടിമച്ചന്ത അദ്ദേഹം കാണുകയും ഈ അടിമച്ചന്തയിൽ എന്ന് പറഞ്ഞാൽ അടിമച്ചന്ത, അടിമ കച്ചവടം നടത്തുന്നു, അടിമകളെ വിൽക്കുന്നു, വാങ്ങുന്നു, പോകുന്നു. ഇങ്ങനൊരു അടിമച്ചന്ത, ഭീകരമായ അടിമച്ചന്ത അദ്ദേഹം കാണാനിടയായി. അന്ന് അവിടെ വച്ച് എബ്രഹാം ലിങ്കൺ തൻ്റെ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. എന്താ പ്രതിജ്ഞയെടുത്തറിയാം? അദ്ദേഹം മനസ്സിൽ പ്രതിജ്ഞയെടുത്തു, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ എന്നാൽ കഴിയുന്നത് എന്തോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. നമുക്കറിയാം, അമേരിക്കൻ അടിമക്കച്ചവടവും അടിമത്വമൊക്കെ നിർത്തലാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു എബ്രഹാം ലിങ്കൺ. ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഒരാൾ കൂടിയാണ് എബ്രഹാം ലിങ്കൺ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പോലും സ്ഥാനം പിടിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കണിൻ്റെ ബാല്യകാലമൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നു. അദ്ദേഹം പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത്? സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പോയിരുന്ന് പഠിച്ചാണ് അദ്ദേഹം ഒരു മഹത് വ്യക്തിയായി മാറിയത്. കേട്ടോ, നമുക്കൊക്കെ പഠിക്കുവാനും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ എബ്രഹാം ലിങ്കണിൻ്റെ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ എന്നിട്ടും അദ്ദേഹം പഠിച്ചു, അദ്ദേഹം വളർന്നു, അദ്ദേഹം ലോകത്തിന് എന്തൊക്കെ നന്മ ചെയ്യാം അതൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ മനക്കരുത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ആ ദൃഢവിശ്വാസം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും തളരാത്തൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എബ്രഹാം ലിങ്കൺ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു പദവിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു കൂടായിരുന്നു. ഈ പരാജയങ്ങളിലൊന്നും അദ്ദേഹം തളർന്നു പോയില്ല. അദ്ദേഹം ആ പരാജയങ്ങളിലൊക്കെ തളർന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഭരണാധികാരിയെ ലോകത്തിന് നഷ്ടമാകുമായിരുന്നു. പക്ഷെ ആ പരാജയങ്ങളിലൊന്നും അദ്ദേഹം തളരാതെ മുന്നേറിയത് കൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി മാറിയത് കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റായി മാറുകയും അമേരിക്കയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത ഒരു മഹത് വ്യക്തി. ഇതൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ചെറിയ വാക്കായി പോകും. മഹത് വ്യക്തിയൊന്നുമല്ല, അതിനും മേലെയുള്ള ഒരു മഹത് വ്യക്തികളിൽ ഒരാളാണ് എബ്രഹാം ലിങ്കൺ. അപ്പോൾ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ കേട്ടോ. നമ്മളെപ്പോഴും ജീവിതം സന്തോഷകരമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണെന്ന് കരുതിയിരുന്നു ഞാൻ
എപ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങളേ ഉള്ളൂ, ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ജീവിതത്തിൽ സന്തോഷമാണെന്ന് മനസ്സിലെങ്ങും കരുതിക്കഴിഞ്ഞാൽ ജീവിതം സന്തോഷമാണ്.